എല്ലാവർക്കും നല്ല നമസ്കാരം. ഇത് നമ്മളുടെ സുന്ദരിക്കവല മുതൽ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ വരെയുള്ള ആ സർവീസ് റോഡ് ഇതിൻ്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എത്രയോ ജീവനുകൾ പൊലിഞ്ഞു വീണിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇത് വീതി കൂട്ടുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ട് ദീർഘനാളുകളായി. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ടാർ ചെയ്യാനുള്ള ഭാഗം പൊളിക്കുന്നത് കണ്ടപ്പോഴാണ് ഇവിടെ നാട്ടുകാർ സംഘടിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇത് വെറും ഒരു 1.25-2 മീറ്ററിൻ്റെ വീതി മാത്രമാണ് ഇപ്പോൾ ഈ കൂട്ടുന്നത്. എന്നാൽ ഇതിൽ നിന്നും ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മീറ്ററിൻ്റെ അടുത്ത് വീതിയാണ് ഇതിന് വേണ്ടിയിരുന്ന സംഭവം. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള എതിർപ്പ് ഇവിടെ ശക്തമായിരിക്കുകയാണ്. വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കരയുടെ നേതൃത്വത്തിൽ ഇവിടെ നാട്ടുകാർ ഇവിടെ വളരെ ശക്തമായിട്ടൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഭാഗികമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ നമുക്ക് കൗൺസിലറോടും നാട്ടുകാരൊക്കെ നമ്മോടൊപ്പമുണ്ട്, നമുക്ക് ചോദിച്ചറിയാം. നീണ്ട കാലത്തെ കാത്തിരിപ്പിനും സമരങ്ങൾക്കും ശേഷമാണ് സുന്ദരിക്കവല സർവീസ് റോഡ് വീതി കൂട്ടുന്ന പ്രവർത്തികൾ NHAI ആരംഭിച്ചത്. അത് ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇതിൻ്റെ ഡ്രെയിനേജ് പണിയുന്ന പണികൾ ആരംഭിച്ച സമയത്ത് അന്നും തർക്കമുണ്ടായിരുന്നു. അന്ന് ഈ റോഡ് 7 മീറ്ററെങ്കിലും വീതി വേണം, 9.5 മീറ്റർ വീതിയാണ്, 9 മീറ്റർ മിനിമം വീതി ഉണ്ട് പല സ്ഥലത്തും. അതിൽ ഇലക്ട്രിക് പോസ്റ്റും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും കഴിച്ചിട്ട് ബാക്കി ഒരു 7 മീറ്റർ 7.5 മീറ്റർ നമുക്ക് വീതി കിട്ടുമായിരുന്നു. അതിലൊരു 7 മീറ്റർ വീതി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്, ഡ്രെയിനേജും ടാറിങ്ങും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡ്രെയിനേജ് പണിയുന്ന സമയത്ത് അവർ 5.5 മീറ്റർ മാത്രമേ സർവീസ് റോഡിന് ഹൈവേ അതോറിറ്റിക്ക് NHAIക്ക് ചെയ്യാനായിട്ട് പ്രൊവിഷനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 5.5 മീറ്റർ ഡ്രെയിനേജ് പണി ആരംഭിച്ചത്. അന്ന് നാട്ടുകാർ സംഘടിച്ച് ഇത് അങ്ങനെ 5.5 മീറ്റർ പണിത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം നടക്കില്ല. ഇതൊരു 2 വേ പാസിംഗ് ആയിട്ടുള്ള ഒരു സർവീസ് റോഡായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രദേശത്തെ പഴയ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ, പഴയ രീതിയിലുള്ള ഗതാഗതം സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് അന്ന് തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചെയർമാനും MLAയും MP ഒക്കെ ബന്ധപ്പെടുകയും PD അത് 7 മീറ്റർ അപ്പുറത്ത് ഡ്രെയിനേജ് പണിയാൻ സമ്മതിക്കുകയുണ്ടായി. അന്ന് ചെയ്തു. അന്നപ്പോൾ അവർ പറഞ്ഞു 5.5 മീറ്റർ ഞങ്ങൾക്ക് അപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷേ ഈ 5.5 മീറ്റർ ഇതിൻ്റെ ടാറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജിൻ്റെ അവിടെ നിന്ന് 5.5 മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ ടാറിങ് അവിടെ നിലനിൽക്കില്ലേ, അപ്പോഴും വണ്ടികൾ ഓടാൻ നമുക്ക് സാധിക്കില്ലേ. ഇതിപ്പോൾ നിലവിലുള്ള 3.5 മീറ്റർ ടാറിങ്ങാണ്. അതിൽ 3 മീറ്റർ കഴിച്ച് ബാക്കി ഒരു 1.25 മീറ്ററാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.25 മീറ്റർ 2 മീറ്റർ അടുത്താണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒരു 3.5 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 5 മീറ്ററാണ് അവർ ടാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അളന്നു നോക്കിയപ്പോൾ അപ്പോൾ ബാക്കി വരുന്ന അവിടെ 1 മീറ്റർ 1.25 മീറ്റർ മൺതട്ടിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ വർഷക്കാലത്ത് വാഹനങ്ങൾ പോകാനോ ബസ്സുകൾ 2 വേ ആയിട്ട് പോകാനോ സാധിക്കില്ല. അത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രയോജനം ഈ റോഡിൻ്റെ ഡെവലപ്മെന്റ് കൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ 1.25 മീറ്റർ ബെഡ് മിക്സ് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടാർ ചെയ്യുന്നതിന് പകരം ബാക്കിയുള്ള 1 മീറ്റർ കൂടി ബെഡ് മിക്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സെയിം ടാറിങ് തന്നെ വരുള്ളൂ. ഒരു ബെഡ് മിക്സ് ഇടുന്നതിൻ്റെ ചിലവ് മാത്രമേ അഡീഷണൽ വരുന്നുള്ളൂ. അപ്പോൾ ഇവർ പറയുന്ന GIPയിൽ പറഞ്ഞു ഞങ്ങളുടെ കോൺട്രാക്ട് അതാണെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹൈവേ അതോറിറ്റിയുടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു പാലോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്ന പോലെയല്ല. അവർക്ക് ക്വാണ്ടിറ്റി ബേസ് ആണ്. ഈ സർവീസ് റോഡ് കംപ്ലീറ്റ് ഡ്രെയിനേജ് ആയാലും ടാറിങ് ആയാലും ബെഡ് മിക്സ് ഇടലായാലും അത് ബലപ്പെടുത്തലായാലും അത് ക്വാണ്ടിറ്റി ബേസ് ആണ് കോൺട്രാക്ട്. ആ ക്വാണ്ടിറ്റി ബേസ് ആകുമ്പോൾ ഒരു കാരണവശാലും ഇന്ന പൈസയിൽ ഒതുങ്ങണമെന്നില്ല. അത് കുറച്ച് പൈസ അല്പം പൈസ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ബെഡ് മിക്സ് ഇടുന്ന അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ്റെ പൈസ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ടാർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 5.5 മീറ്റർ എല്ലായിടത്തും സർവീസ് റോഡ് 5.5 മീറ്റർ ആണോ? ചാലക്കുടിയിൽ 7.5-8 മീറ്റർ വരെയുള്ള സർവീസ് റോഡ് ഉണ്ടല്ലോ. ആ പാലത്തിന്റെ അടിയിലും നേരത്തെ ഉണ്ടായിരുന്ന നാഷണൽ ഹൈവേയുടെ ആ ഗ്രൗണ്ടിന്റെ അരുത്തൊക്കെ കിഴക്കേ ഭാഗത്ത് എത്ര 7.5-8 മീറ്റർ ഉണ്ട് സർവീസ് റോഡ്. അങ്ങനെയൊന്നുമില്ല. അത് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അവർ ചെയ്തു വരുന്നത്. ഇവിടെ കുറച്ച് പൈസ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് 5.5 മീറ്റർ എന്ന് പറയുന്നത് ഈ ഡ്രെയിനേജിന്റെ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു 3 മീറ്റർ എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ടോ, ബെഡ് മിക്സ് ഇടുന്നുണ്ടോ, ഇപ്പം 1.25 ഇടുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ സൈഡിൽ നിന്ന് 5.5 മീറ്റർ ടാർ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ടാറിങ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഗതാഗതം സുഗമമായിട്ട് പോകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അതിനുള്ള ഒരു അടിയന്തര നടപടി ഹൈവേ അതോറിറ്റി എടുക്കണം, PD എടുക്കണം. ഞങ്ങൾ MLAയും MPയും ഇവരെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെയർമാനും കാര്യങ്ങൾ വന്ന് കണ്ടതാണ്. ബഹുമാനപ്പെട്ട ചെയർമാനും MLAയും MPയും കൂടി ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ച് ഇതിന് തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇതല്ലെങ്കിൽ ഇതിവിടെ കിടന്നോട്ടെ. ഇത്ര നാളെ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചില്ലേ, ഇനി ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ജീവിതകാലത്ത് ഹൈവേ അതോറിറ്റി ഈ സാധനം ചെയ്യാൻ പോണില്ല. ഈ നാട്ടുകാർക്ക് തീരെ ദുരിതമായിരിക്കും. മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ പറ്റുമോ ടാറിങ്? MLA ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? MP ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ജന്മത്ത് ഇത് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് ചെയ്യുന്ന കാലത്ത് ചെയ്താൽ മതി, യാതൊരു നിർബന്ധമില്ല. ഞങ്ങൾ സമരം ആരംഭിക്കും.
ഇത് സമ്മർദ്ദം ചെലുത്തും, ജനകീയ മുന്നേറ്റം ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് പൂർണ്ണമായിട്ടും ടാർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതുവരെ ഞങ്ങൾ സമരമുഖത്ത് ഉണ്ടാവും എന്നാണ് അറിയിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ചെയർമാൻ സംസാരിക്കണം. അവരോട് ഈ സാധനം ചെയ്യാൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലാതെ വെറുതെ അവരത് ചെയ്യില്ല. NHAയുടെ PD ആയിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം. MLA ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആലോചിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ചെയർമാനും MLA ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ചെയ്യട്ടെ. MP ഒക്കെ ഉണ്ടല്ലോ, തിക്കും തിരക്കും ചെയ്യണ്ട. നമുക്ക് നടന്നു കിട്ടണമെങ്കിൽ അതൊരു വലിയൊരു കാര്യമല്ലേ. പരിശ്രമം നടത്തി നോക്കാം. നിങ്ങളുടെ നഷ്ടപ്പെടണ്ട. അത് NHA ആലോചിച്ച്